നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡയറി സയൻസ് ക്ലാസ്സസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മൊഡ്യൂളാണ്, ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷനിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറി ഡെവലപ്മെന്റ് അതുപോലെ കോപ്പറേറ്റീവ് സിസ്റ്റം വന്നതുകൊണ്ട് നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനിൽ ഉണ്ടായ ആ ഒരു എൻഹാൻസ്മെന്റും അതുവഴി നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായ എക്കണോമിക് ഗ്രോത്തും ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കണോമിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്, അല്ലെ? അപ്പൊ ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ഷീര കർഷകരും പെടും. എന്നാൽ ഒരു 1960കളിലൊക്കെ നമ്മുടെ ഇന്ത്യ ഒരു മിൽക്ക് ഡെഫിഷ്യന്റ് കൺട്രി ആയിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഇന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യ എത്തി നിൽക്കുന്നത് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ടൈറ്റിലാണ്. അപ്പൊ ഈ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ സക്സസ്ഫുൾ സ്റ്റോറി നടക്കുന്നത് ഒരു 20ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ്. അപ്പൊ 20th സെഞ്ച്വറിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീര കർഷകരുടെ തന്നെയാണ്. അപ്പൊ ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മുടെ ഡയറി സെക്ടർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഓഫ് ദ വേൾഡ് ആയി. നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയുടെ തന്നെ 3.5% ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഡയറി സെക്ടർ മാത്രമാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ടോട്ടൽ എക്കോണമിയുടെ ഒരു 3.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡയറി സെക്ടർ ഒറ്റയ്ക്കാണ്. അതായത് മറ്റ് അഗ്രികൾച്ചറൽ ക്രോപ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ അഗ്രികൾച്ചറൽ കൊമോഡിറ്റി, അതായത് പാലെന്ന് പറയുന്ന ഒരു സിംഗിൾ അഗ്രികൾച്ചറൽ കൊമോഡിറ്റിയിൽ നിന്ന് ഇത്രയധികം എക്കണോമിക് ബെനിഫിറ്റ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഡയറി ഇൻഡസ്ട്രിയുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, 1960കളിൽ അത്രയും മിൽക്ക് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു മിൽക്ക് സെക്ടറിൽ നിന്ന് തുച്ഛമായ വരുമാനം മാത്രം ലഭിച്ചിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. അത് 3.5% ഓഫ് ദ ടോട്ടൽ നാഷണൽ എക്കോണമി അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഡയറി സെക്ടർ ഒറ്റയ്ക്കാണ്. മിൽക്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ കൊമോഡിറ്റിയിൽ നിന്നാണ് ഇത്രയും വലിയ ലാഭം നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ആനന്ദ് മോഡൽ. അപ്പൊ നമ്മൾ ഗുജറാത്തിലെ ആനന്ദിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് ഈ മിൽക്ക് പ്രൊഡക്ഷനും ഈ ഗുജറാത്തിലെ ആനന്ദിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യസ് കോപ്പറേറ്റീവ് ഡയറി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ 1946 ഇൻ ആനന്ദ്, എ സ്മോൾ ടൗൺ ഇൻ കൈറ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. അപ്പൊ ഗുജറാത്തിലെ കൈറ ഡിസ്ട്രിക്റ്റ്, അവിടെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആനന്ദ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ. അവിടെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആദ്യമായിട്ട് നടക്കുന്നത്. അതായത് പണ്ട് കാലത്ത് ക്ഷീര കർഷകരുണ്ട്, അവര് പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ അവർക്ക് അത് കറക്റ്റായ രീതിയിൽ കൺസ്യൂമേഴ്സിൽ എത്തിക്കാനോ മാർക്കറ്റ് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ എന്ത് സംഭവിച്ചു? കുറെ മിഡിൽ മാൻസ് വന്നു, ഇടനിലക്കാര് വന്നു, ചില പ്രൈവറ്റ് കമ്പനീസ് വന്നു. ഇവര് ഈ ക്ഷീര കർഷകരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവർ ഒരുപാട് ലേബറും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ഈ ഒരു കൃഷി, അല്ലെങ്കിൽ ഈ ഒരു പശുക്കളെ വളർത്തുന്ന ഇതിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ലാഭമൊന്നും കിട്ടാതെ അവരിൽ നിന്ന് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഈ മിഡിൽമെൻ ഇത് കളക്ട് ചെയ്യുകയും അവരത് കൊള്ളപ്പലിശയ്ക്ക് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ക്ഷീര കർഷകർക്ക് അവരർഹിക്കുന്ന പൈസ ലഭിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവരൊട്ടും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഇപ്പം ഒരാൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അയാൾ മിഡിൽമാന് കൊടുക്കുന്നു, വേറൊരാൾ ഉൽപ്പാദിപ്പിക്കുന്നു, മിഡിൽമാന് കൊടുക്കുന്നു. ഇതെല്ലാം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആർക്കാണ്? മിഡിൽമാൻ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിരുന്നത്. അത് മാത്രമല്ല, കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്ന പാലിൽ അഡൾട്രേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷെ കൺസ്യൂമേഴ്സ് വാങ്ങുന്നതോ ഒരു ഫെയർ പ്രൈസിലായിരിക്കില്ല. അവരുടെ കയ്യിൽ നിന്ന് കൊള്ളലാഭമായിരിക്കും ഈ മിഡിൽ മെൻ നേടിയെടുക്കുക. അപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന് കിട്ടേണ്ട പൈസ കിട്ടുന്നുമില്ല. അതായിരുന്നു ഒരു സാഹചര്യം.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഈ പ്രൈവറ്റ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ പോൾസൺ ഡയറി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ടായിരുന്നു. അവരുടെ ഒരു മോണോപ്പൊളി അല്ലെങ്കിൽ അവരുടെ ഒരു ഏകാധിപത്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതായത് 1946 കാര്യമാണ് പറയുന്നത്. 1946 ആനന്ദ് എന്ന് പറയുന്ന ഒരു സ്മോൾ ടൗൺ, എവിടെയാണ്, കൈറ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്തിലാണ്. അവിടെ പാവം പിടിച്ച കർഷകർ ഇവരുടെ ഹാർഡ് വർക്കിന് യാതൊരു വിലയും നൽകാതെ ഈ പ്രൈവറ്റ് ട്രേഡേഴ്സും അതുപോലെ പോൾസൺ ഡയറി കമ്പനിയും ഇവരുടെ കയ്യിൽ നിന്ന് തുച്ഛമായ പൈസയ്ക്ക് പാല് വാങ്ങി വളരെ അധികം പ്രോഫിറ്റ് എടുത്തുകൊണ്ടാണ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു മൊണോപ്പൊളി തന്നെയാണ്, ഒരു ഏകാധിപത്യം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റും മുംബൈയിലേക്കും ഒക്കെ കൊടുത്തോണ്ടിരുന്നത്. അപ്പം അവിടുത്തെ സാധാരണ കർഷകർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. അപ്പം അണ്ടർ ദ പ്രിവീലിംഗ് ട്രേഡിംഗ് പ്രാക്ടീസസ് മിഡിൽമെൻ ആൻഡ് ഏജന്റ്സ് ആർട്ടിഫിഷ്യലി സെറ്റ് മിൽക്ക് പ്രൈസസ്. അവരവരുടെ തോന്നിയ പോലെയാണ് മിൽക്ക് പ്രൈസസ് സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരാൾ 10 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ വേറൊരാൾ 15 രൂപയ്ക്ക് കൂട്ടി വിൽക്കും. അവിടെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫെയർ പ്രൈസിങ് വേണോ എന്ന് പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓഫൺ പേയിങ് ഫാർമേഴ്സ് പെറ്റിയൻസ് വൈൽ ചാർജിങ് കൺസ്യൂമേഴ്സ് പ്രീമിയം റേറ്റ്സ്. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് കൊള്ളലാഭം എടുക്കുകയും ചെയ്യും, എന്നാൽ പാവപ്പെട്ട കർഷകർക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു ബെനിഫിറ്റും കൊടുക്കത്തുമില്ല. വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമാണ് കൊടുത്തിരുന്നത്. ലീവിങ് പ്രൊഡ്യൂസേഴ്സ് വിത്ത് മിനിമം റിട്ടേൺസ് ഫോർ ദെയർ ലേബർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അവരുടെ ലേബറിനും അവരുടെ ഹാർഡ് വർക്കിനും അവരുടെ ഇൻവെസ്റ്റ്മെന്റിനും യാതൊരുവിധ വിലയും നൽകാതെ കൊള്ളലാഭം എടുത്തുകൊണ്ട്, കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് കൊള്ളലാഭം എടുത്തുകൊണ്ട് ഇവർക്കൊന്നും കൊടുക്കാതെ മിഡിൽമാൻ ആണ് അവിടെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഈ പോൾസൺ ഡയറി കമ്പനി. ഓക്കെ, അപ്പം അതിനകത്തൊക്കെ ആര് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു? നമ്മുടെ പാവപ്പെട്ട ക്ഷീര കർഷകർ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ക്ഷീര കർഷകർ ആരുടെ നേതൃത്വത്തിൽ? ത്രിഭുവൻദാസ് കിസിഭായ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ആരെ കാണാൻ പോയി? സർദാർ വല്ലഭായ് പട്ടേലിനെ കാണാൻ പോയി. സർദാർ വല്ലഭായ് പട്ടേലിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, നിങ്ങൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. എന്നിട്ട് നിങ്ങളുടെ പാലുകൾ എല്ലാവരും നിങ്ങൾ തന്നെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽമെന്റെ റോൾ അവിടെ ഇല്ലാതെയാകും. അപ്പം ആ ഒരു കൊള്ളലാഭം ഇല്ലാതെ കൺസ്യൂമേഴ്സിനും ഒരു ഫെയർ പ്രൈസിൽ കിട്ടും, നിങ്ങൾക്ക് അതിന്റെ ലാഭവും കിട്ടും എന്ന് പറയുന്ന ഒരു ഐഡിയ ആര് പറഞ്ഞു കൊടുത്തു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു കൊടുത്തു. അതായത് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും അതിന്റെ പ്രോസസ്സിങ്ങും അതുപോലെ അതിന്റെ മാർക്കറ്റിങ്ങും ഒക്കെ ഇവർ സ്വന്തമായി ചെയ്യുക. എങ്ങനെ? ഒരു കോർപ്പറേറ്റീവ് രൂപീകരിച്ചുകൊണ്ട് ചെയ്യുക. ആൻഡ് ദെയർബൈ എലിമിനേറ്റിംഗ് ദ നീഡ് ഓഫ് മിഡിൽമെൻ. ഈ മിഡിൽമെന്നിനെയും അതുപോലെ ഈ പോൾസൺ കമ്പനി പോലുള്ള പ്രൈവറ്റ് കമ്പനീസിന്റെയും ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഡയറക്റ്റ് പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ, അതായത് മിഡിൽമെൻ ഇല്ലാതെ ഡയറക്റ്റ് പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കോർപ്പറേറ്റീവ്, അവരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോർപ്പറേറ്റീവ് ഫോം ചെയ്യാൻ പറഞ്ഞു. ദിസ് എനേബിൾസ് ഫാർമേഴ്സ് ടു ഗെറ്റ് എ ഫെയർ പ്രൈസ്. അവർ അർഹിക്കുന്ന പ്രോഫിറ്റ് അവർക്ക് കിട്ടാനും കൺസ്യൂമേഴ്സിന് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവർക്കും ഫെയർ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകും ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് ഫോം ചെയ്താലെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു. അപ്പൊ ഇവരുടെ ലീഡർ ആരായിരുന്നു? ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേൽ. അദ്ദേഹം ആരാണെന്ന് നോക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേൽ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഹി ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേൽ ആണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? മോസ്റ്റ് നോട്ടബ്ലി ഇൻ ദ കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ ആനന്ദ് എവിടെയാണ്? കൈറ ഡിസ്ട്രിക്റ്റിലാണ്. അവിടുത്തെ ക്ഷീര കർഷകരാണ് ഈ ഒരു മിഡിൽമെന്നിന്റെ കൊള്ളലാഭം എടുക്കുന്നതിനെതിരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ കണ്ട് അങ്ങനെ അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത്. അപ്പൊ അതിന് ഒരു ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തി എന്ന നിലയിലാണ് ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലിനെ
എന്തെന്ന് വിളിക്കുന്നത്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായിട്ട് കർഷകർക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തി എന്ന രീതിക്കാണ് ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലിനെ അങ്ങനെ വിളിക്കുന്നത്. കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഫോം ചെയ്തു. എപ്പോഴാണ്? 1946. ആൻഡ് ആനന്ദ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനും ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി ആരാണ്? നമ്മുടെ ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേൽ. ഓക്കെ, ഇനി ഫോളോയിങ് ഈസ് ഗൈഡൻസസ്. അപ്പൊ ഈ ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലിന്റെ ഗൈഡൻസസും അതുപോലെ തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? മൊറാർജി ദേശായിയുടെ കയ്യിൽ നിന്ന് കിട്ടി. അങ്ങനെ ഫാർമേഴ്സ് എന്ത് ചെയ്തു? ഒരു മിൽക്ക് സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഈ പോൾസൺ കമ്പനിക്കാർക്കെതിരെ ഇവരെന്താണ്, അവർക്ക് ഇനി നിങ്ങൾ വന്ന് ഞങ്ങൾ പാല് തരത്തില്ല, വി ആർ നോട്ട് ഗോയിങ് ടു സപ്ലൈ ദ മിൽക്ക്, ഞങ്ങൾ നേരിട്ട് തന്നെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവരെന്താണ് ഒരു പാൽ സമരം, ഒരു മിൽക്ക് സ്ട്രൈക്ക് കൊണ്ടുവന്നു. വി ആർ നോട്ട് റെഡി ടു സപ്ലൈ. ദേ റെഫ്യൂസ്ഡ് ടു സപ്ലൈ മിൽക്ക് ടു ദ പോൾസൺ കമ്പനി. പോൾസൺ കമ്പനിയുടെ ഏകാധിപത്യം അവിടെ തകർന്നു. പോൾസൺ കമ്പനിക്ക് ഇവർ പാല് കൊടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കർഷകർ എല്ലാവരും ഒന്ന് ചേർന്നിട്ട് ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ഫോം ചെയ്തിട്ട് ഇവർ പറയാണ് പോൾസൺ കമ്പനിയോട് ഞങ്ങൾ പാല് തരത്തില്ല, ഞങ്ങൾ തന്നെ സെയിൽ ചെയ്തോളാം. അവിടെ മിഡിൽ മെന്നിന്റെ റോള് ഇല്ലാതെയായി, പോൾസൺ കമ്പനിയുടെ റോൾ ഇല്ലാതെയായി. ഇവർക്ക് ഡയറക്റ്റ് പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു രീതിക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഡിസംബർ 1946 എന്ത് വന്നു? കൈറ ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്, അതായത് KDCMPUL, KDCMPUL, അതായത് കൈറ ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്. ഓക്കെ, കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്. ഇമ്പോർട്ടന്റ് ആണ്. കൈറ ഡിസ്ട്രിക്ട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സംഘടന ആര് രൂപീകരിച്ചു? അവിടുത്തെ കർഷകർ ത്രിഭുവൻദാസ് കിഷിഭായുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ആർക്കെതിരെ? ഈ മിഡിൽ മെന്നിനെയും പോൾസൺ കമ്പനിയുടെയൊക്കെ മൊണോപ്പൊളിയെ തകർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സമരം ചെയ്യുകയും സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അങ്ങനെ അമൂൽ എന്ന പേരിൽ ആണ് ഈ ഒരു നമ്മൾ പറഞ്ഞ കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് പിന്നീട് എന്തായത്? അമൂൽ. അമൂൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അമൂലിന്റെ ബ്രാൻഡ് നമുക്കറിയാം. അമൂല് ബട്ടർ, അമൂലിന്റെ ചീസ്. നമ്മളിപ്പോഴും അമൂൽ എന്ന് പറയുന്നത്, മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അമൂല്, പിന്നെന്താണ് നമ്മുടെ മിൽമ. ഈ രണ്ട് കാര്യങ്ങൾ അറിയാലോ. അപ്പം അത് ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അമൂലും രൂപീകൃതമായത്. which began operations with just 2 village dairy cooperatives. വെറും 2 ഡയറി വില്ലേജ് കോപ്പറേറ്റീവ്സ് സൊസൈറ്റീസ് മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസം വെറും 247 ലിറ്റർ മിൽക്ക് മാത്രമേ അവർക്ക് ശേഖരിക്കാനും കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം കുറച്ച് ഒരു ചെറിയൊരു കൈറ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ ആനന്ദ് എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലെ കുറച്ച് കർഷകരാണ്. അപ്പൊ അവരെ കൊണ്ട് 2 ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാനേ സാധിച്ചുള്ളൂ. അതിൽ നിന്ന് അവർക്ക് 247 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് മാത്രമേ ഒരു ദിവസം കളക്ട് ചെയ്യാനും സെല്ല് ചെയ്യാനും ഒക്കെ സാധിച്ചിരുന്നുള്ളൂ. അപ്പൊ ഒരു ചെറിയൊരു മൂവ്മെന്റ് ആണ് പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് മാറിയത്. അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് ഓർക്കണം. ഓക്കെ, ഇനി നോക്കൂ, അമൂൽ ഫോംഡ് ദ ബേസിസ് ഫോർ ആനന്ദ് മോഡൽ ഓഫ് ഡയറിങ്. അപ്പം ആനന്ദ്, ഗുജറാത്തിലെ ആനന്ദിലാണ് ഈ കൈറ ഡിസ്ട്രിക്ട് സംഭവം നടക്കുന്നത് അല്ലെ, ഈ മിൽക്ക് കോർപ്പറേഷൻ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അമൂലാണ് അതിന്റെ ഒരു അടിത്തറ പാകിയത്. ദ ബേസ് യൂണിറ്റ് ഇൻ ദിസ് മോഡൽ ഈസ് ദാറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് വില്ലേജ് ലെവൽ. ഒരു ഗ്രാമത്തിൽ, ഒരു വില്ലേജ് ലെവലിൽ ഒരു മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകൃതമാകുന്നു. ഈ ഒരു മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം? ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. ആ ഒരു സൊസൈറ്റിയുടെ റൂൾസ് പാലിച്ചുകൊണ്ട് ആ ഒരു സൊസൈറ്റിയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന രീതിക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറാകുന്ന ആർക്കും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗമാകാം. ഈച്ച് കോപ്പറേറ്റീവ് ഈസ് എക്സ്പെക്ടഡ് ടു ക്യാരി ഔട്ട് ദ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ്, ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ഇലക്ടഡ് ലീഡേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അപ്പൊ അതിനകത്തുള്ള മെമ്പേഴ്സിന്റെയും ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും എംപ്ലോയീസിന്റെയും ഒക്കെ
അറിവ്, കാരണം അവർ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ അവർക്ക് എങ്ങനെ മിൽക്ക് കളക്ട് ചെയ്യണം, എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളിൽ അവർ അറിവ് സമ്പാദിച്ചു കൊണ്ടേയിരുന്നു. അതിനുള്ള മാർഗങ്ങളും അവർ തേടിക്കൊണ്ടിരുന്നു. All the milk cooperatives in a district form a union that are ideally has its own processing facilities. അപ്പൊ അതിന്റെ സ്വന്തമായി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിൽക്ക് കോപ്പറേറ്റീവ് യൂണിയൻസ് ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു യൂണിയൻ ഫോം ചെയ്യുകയും അങ്ങനെ അവർക്ക് സ്വന്തമായിട്ടുള്ള പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ലെവലിലേക്ക് ഉയരാനും അവർ ശ്രമിച്ചു. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ധവള വിപ്ലവം അല്ലെങ്കിൽ മിൽക്ക് റെവല്യൂഷൻ അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആദ്യം ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. നമ്മൾ പരിചയപ്പെടുന്ന രണ്ടാമത്തെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ്? ഒരു മലയാളിയാണ്, കോഴിക്കോടുകാരനാണ് അല്ലെ. അപ്പൊ അദ്ദേഹം 1921 ജനിച്ചത്. 1921 ജനിച്ചത്. എന്നാണ് ജനിച്ചതെന്ന് അറിയാമോ? നവംബർ 26 അദ്ദേഹം ജനിച്ചത്. 1921 നവംബർ 26 എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മുടെ നാഷണൽ മിൽക്ക് ഡേ, നാഷണൽ മിൽക്ക് ഡേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 26 ആണ്. നാഷണൽ നവംബർ 26. ഈ എൻ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് മന്ത് കിട്ടും. പിന്നെ 26 എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ 1921 നവംബർ 26 ഇദ്ദേഹം ജനിച്ചത്. കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹം. ഇനി after completing his education in USA, he was deputed by the government to the creamery in Anand in 1949. അപ്പോ 1949 ഗവൺമെന്റ് ഡെപ്യൂട്ടേഷനിൽ ഇദ്ദേഹം എവിടെ എത്തി? നമ്മുടെ ആനന്ദിൽ എത്തി. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ത്രിഭുവൻദാസ് പട്ടേലുമായി ചേർന്നിട്ട് ഈ അമൂലിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1965 ആര് വരുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി അമൂല് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഡോക്ടർ വർഗീസ് കുര്യന്റെ ഒരു എന്തൂസിയാസവും അദ്ദേഹം ഈ മിൽക്ക് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാനുള്ള ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കണ്ടിട്ട് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ ഒരു അമൂൽ മോഡൽ അല്ലെങ്കിൽ ഒരു ആനന്ദ് മോഡൽ ഓഫ് ഡയറിയിങ് പാറ്റേൺ നിങ്ങൾക്ക് രാജ്യം മുഴുവൻ വികസിപ്പിച്ചെടുത്തൂടെ? അതായത് ആ ഒരു കൈറ ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെ ചെയ്തുകൂടെ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി. ആരോട് ചോദിക്കുന്നു? നമ്മുടെ വർഗീസ് കുര്യനോട് ചോദിക്കുന്നു. അപ്പോ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ്? ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ആണ്, അല്ലെങ്കിൽ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആണ്, ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 26. അതാണ് നമ്മൾ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്താണ്? ഐ ടു ഹാഡ് എ ഡ്രീം. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഐ ടു ഹാഡ് എ ഡ്രീം. ഇതാണ് നമ്മളുടെ ഡോക്ടർ വർഗീസ് കുര്യന്റെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ. ഇത്രയും പോയിന്റ്സ്, ഈ കളേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. വർഗീസ് കുര്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഉണ്ടാകണം. ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? ഐ ടു ഹാഡ് എ ഡ്രീം. എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്, അതുമല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് എന്നാണ്? നവംബർ 26 ആണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വേൾഡ് മിൽക്ക് ഡേ എന്നാണ്? വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ. നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നതാണ് എന്താണ്? നവംബർ 26. നാഷണൽ മിൽക്ക് ഡേ, നാഷണൽ നവംബർ 26. ഓർമ്മയുണ്ടാവുമല്ലോ, മറന്നു പോകരുത് കേട്ടോ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് നമ്മുടെ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ധീരമായ ഒരു തീരുമാനമായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോഗ്രാം റിലേറ്റഡ് ടു വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്താണ്? ഒരു മിൽക്ക് ഗ്രിഡ്, ഒരു നാഷണൽ മിൽക്ക് ഗ്രിഡ് ഫോർമേഷൻ ആണ്. എന്ത് ചെയ്തു? ലിങ്കിങ് ദ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ത്രൂ ഔട്ട് ഇന്ത്യ. ഇന്ത്യയിലുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ ലിങ്ക് ചെയ്തു.
ലിങ്കിങ് ദ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ത്രൂ ഔട്ട് ദ ഇന്ത്യയിലുടനീളമുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ലിങ്ക് ചെയ്യുന്നു. ഡയറക്റ്റ് കൺസ്യൂമേഴ്സുമായിട്ട് ഡീലിങ്സ് നടത്താൻ വേണ്ടിയിട്ട് ഓവർ 700 ടൗൺസ് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സിറ്റീസ് ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ സീസണലും റീജിയണലും ആയിട്ടുള്ള വേരിയേഷൻസ്, ഇപ്പൊ നമുക്ക് ഇവിടെ പാലിന് 28 രൂപയാണെങ്കിൽ ചിലപ്പോൾ തമിഴ്നാട്ടിൽ അതിൽ വില കുറച്ച് കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു റേറ്റ് റീജിയണൽ വേരിയേഷൻസ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടപ്പുറത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ചിലപ്പോൾ വേറൊരു റേറ്റ് ആയിരിക്കാം. കാരണം അന്നൊരു ഏകോപനമില്ലായിരുന്നു പണ്ട് കാലത്ത്. അപ്പം അത് മാറിയിട്ട് എല്ലായിടത്തും ഒരു യൂണിഫോം വിറ്റ് വരാൻ വേണ്ടിയിട്ടും സീസണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള പ്രൈസിങ് വേരിയേഷൻസ് ഒക്കെ മാറിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ കസ്റ്റമേഴ്സിലേക്ക് ഒരു ഫെയർ ആയിട്ടുള്ള പ്രൈസിൽ കസ്റ്റമേഴ്സിനും ക്വാളിറ്റി ഉള്ള മിൽക്ക് കിട്ടണം. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആരുടെ കയ്യിലിരിക്കണം? യഥാർത്ഥ അവകാശികളായിട്ടുള്ള നമ്മുടെ ക്ഷീര കർഷകരിൽ ഇരിക്കണം. അപ്പൊ അതായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വൈൽ എൻഷുറിംഗ് ദാറ്റ് ദ പ്രൊഡ്യൂസർ ഗെറ്റ്സ് എ മേജർ ഷെയർ, പ്രൊഡ്യൂസറിന് കിട്ടണം മേജർ ഷെയർ ഓഫ് ദ പ്രൈസ് ഫ്രം ദ കൺസ്യൂമർ. അപ്പം അതിനകത്ത് മിഡിൽ മെന്നിന്റെ റോളാണ് കട്ട് ഷോർട്ട് ചെയ്യപ്പെടുന്നത്, കട്ടിങ് ഔട്ട് ദ മിഡിൽ മെൻ. ഈ പറയുന്നതൊക്കെ ഒരു പോയിന്റ് ആണ്, നിങ്ങൾക്ക് തറവാകാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ ഇതാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ബൈ റെഡ്യൂസിംഗ് മാൽ പ്രാക്ടീസസ് ഇറ്റ് ഹാഡ് ഹെൽപ്ഡ് ഡയറി ഫാർമേഴ്സ് ഡയറക്ട് ദയർ ഓൺ ഡെവലപ്മെന്റ്, പ്ലേസിംഗ് കൺട്രോൾ ഓഫ് ദ റിസോഴ്സസ് ദേ ക്രിയേറ്റ് ഇൻ ദയർ ഓൺ ഹാൻഡ്സ്. അപ്പൊ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് അവർ സ്വന്തമായ രീതിയിൽ തന്നെ വിൽക്കുമ്പോൾ അവിടെ മാൽ പ്രാക്ടീസസ് കുറയുന്നു, മിഡിൽമാന്റെ റോള് കുറയുന്നു, അഡൾട്രേഷൻ കുറയുന്നു, കൺസ്യൂമേഴ്സിനും സന്തോഷം, ആരാണ്? പ്രൊഡ്യൂസറിനും സന്തോഷം. അതാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ദ ബെഡ്റോക്ക് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് ഹാസ് ബീൻ ദ വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്. അപ്പം ഇതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഴികക്കല്ല് എന്നൊക്കെ പറയുന്നത് വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ വെറും രണ്ട് കോപ്പറേറ്റീവ്സ് ഫോം ചെയ്തിട്ടാണ് ഇവര് ആനന്ദിൽ ഈ പരിപാടി തുടങ്ങിയത്. പക്ഷെ ഈ ഒരു വില്ലേജ് കോപ്പറേറ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇത്ര വലിയ സക്സസ് ആകുന്നത്. മിൽക്കിനെ പ്രൊക്യൂർ ചെയ്യുകയും അതിന്റെ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്നു, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്നു, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ മോഡേൺ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജീസ് ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഇപ്പം ഫോഡർ നല്ല രീതിക്ക് പ്രോസസ്സ് ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അതൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ആ ഒരു ഹിസ്റ്ററി നടക്കുമല്ലേ. അപ്പം അതിനനുസരിച്ചുള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഓരോരോ ഘട്ടത്തിലായിട്ടാണ് നടന്നത്. നമ്മളിനി ഓരോരോ ഫേസസ് ആയിട്ട് പഠിക്കും. ഇനി ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അപ്പം ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ, എ ഫ്ലഡ് ഓഫ് മിൽക്ക്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലഡ് ഓഫ് മിൽക്ക് ക്രിയേറ്റ് ചെയ്യുക, മിൽക്കിന്റെ പ്രൊഡക്ഷൻ, ക്ഷീരോത്പാദനം കൂട്ടുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതുവഴി റൂറൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ക്ഷീര കർഷകർ എല്ലാവരും കൂടെ ഏകോപിപ്പിക്കപ്പെട്ടിട്ട് ഒരു കോപ്പറേറ്റീവ് ഫോം ചെയ്തിട്ടാണ് ഈ മിൽക്കിനെ കളക്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്നതും ഒക്കെ. അപ്പം അതിന്റെ ലാഭം ആരുടെ കയ്യിലിരിക്കണം? നമ്മുടെ കർഷകരുടെ കയ്യിലിരിക്കണം. അങ്ങനെ റൂറൽ ഇൻകത്തിനെ ഇൻക്രീസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഫെയറർ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്. ഈ മിഡിൽ മെന്നും അതുപോലെ പോൾസൺ കമ്പനി പോലത്തെ കമ്പനീസും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കർഷകരിൽ നിന്ന് വളരെ തുച്ഛമായ പൈസക്ക് എടുത്തിട്ട് കൺസ്യൂമേഴ്സിന് കൊള്ള ലാഭത്തിനാണ് വിറ്റുകൊണ്ടിരുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സിനും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടത്തില്ല. ചിലപ്പോൾ അഡൾട്രേഷൻ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ചേർത്ത പാലായിരിക്കാം. പക്ഷെ അവർക്ക് ആ പാല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം പൈസ അതിന്റെ ഒരു ലിബറൽ അല്ലാത്തൊരു പ്രൈസിങ്ങിലേക്ക് പോവുകയും അപ്പം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ വരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് കൺസ്യൂമേഴ്സിന് ഒരു ഫെയറർ പ്രൈസിൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഇവർക്കുണ്ട്. പിന്നെന്താണ്? പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 3 phases. അപ്പം നമ്മുടെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 phases ആണ് വരുന്നത്. അതായത് phase 1, phase 2, phase 3 ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ phase 1 ഓപ്പറേഷൻ ഫ്ലഡിന്റെ phase 1 എന്ന് പറയുന്നത് 1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് നടന്നത്. 1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് എന്ത് സംഭവിച്ചു? വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? നമുക്ക് കുറച്ച് സെയിൽ തന്നു. സെയിൽ ഓഫ്
സ്കിം മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിലിന്റെയും സ്കിം മിൽക്ക് പൗഡറിന്റെയും എന്താണ് സെയിൽ നമുക്ക് തന്നു. അങ്ങനെ അതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ്. എവിടെയാണ്? യൂറോപ്യൻ എക്കണോമിക് കമ്മിറ്റി, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ എക്കണോമിക് കമ്മിറ്റിയാണ് നമുക്ക് ആദ്യത്തെ സെയിൽ തരുന്നത്. എന്താണ് തരുന്നത്? സ്കിം മിൽക്ക് പൗഡറിന്റെയും ബട്ടർ ഓയിലിന്റെയും. അങ്ങനെ ആദ്യത്തെ ഫേസിൽ ഓപ്പറേഷൻ ഫ്ലഡ് ഒരു 18ഓളം പ്രധാനപ്പെട്ട മിൽക്ക് ഷെഡുകളെ ഏകോപിപ്പിക്കുന്നു. അതിനകത്ത് മെട്രോപൊളിറ്റൻ സിറ്റീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ എന്ന് പറയുന്ന 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് ഉൾപ്പെടെയുള്ള 18 പ്രീമിയർ മിൽക്ക് ഷെഡ്സിനെ ഏകോപിപ്പിക്കുന്നു. അങ്ങനെ എന്താണ്? ഒരു മദർ ഡയറീസ് ആയിട്ട് മാറുന്നത് ഇവരാണ്. ഈ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ് മദർ ഡയറീസ് ആയിട്ട് മാറുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ, ഈ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ്. 18 മിൽക്ക് ഷെഡുകൾ, പ്രീമിയർ മിൽക്ക് ഷെഡുകൾ ഏകോപിപ്പിക്കപ്പെടുന്നു. അപ്പം ഫേസ് 1 ഓർത്തിരിക്കേണ്ട കാര്യം, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ത് തന്നു? സെയിൽ ഓഫ് സ്കിം മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് ഓർത്തിരിക്കേണ്ട 18 മിൽക്ക് ഷെഡുകളെ ഏകോപിപ്പിച്ചു. ഇതിനകത്ത് പ്രധാനപ്പെട്ട 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് വരുന്നുണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫേസ് 1 പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി രണ്ടാമത്തത് ഫേസ് 2 എന്ന് പറയുന്നത് ഏത് കാലഘട്ടമായിരുന്നു? 1981 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡ് ലെവലിലേക്ക് കടക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ കുറച്ചും കൂടെ പ്രോഫിറ്റ് ഉണ്ടായി, കുറച്ചും കൂടെ മിൽക്ക് പ്രൊഡക്ഷൻ കൂടി, അതുപോലെ തന്നെ കൂടുതൽ കോപ്പറേറ്റീവ്സ് ഫോം ചെയ്തു. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഘട്ടത്തിൽ വെറും 18 മിൽക്ക് ഷെഡുകളെയാണ് ഏകോപിപ്പിച്ചതെന്ന് പറഞ്ഞു. ഈ 18ൽ നിന്ന് അതിന്റെ നമ്പർ 136ലേക്ക് ഉയർന്നു. 290 അർബൻ മാർക്കറ്റ് എക്സ്പാൻഷൻ നടന്നു. അതുപോലെ 1985 അവസാനത്തിൽ ഒരു സെൽഫ് സസ്റ്റൈനിങ് സിസ്റ്റം ഫോം ചെയ്തു. 43,000 വില്ലേജ് കോപ്പറേറ്റീവ്സ് ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നത്. അപ്പോൾ ഓർക്കണം, പണ്ട് വെറും 2 കോപ്പറേറ്റീവ് യൂണിറ്റുകൾ നമ്മുടെ കൈറ ഡിസ്ട്രിക്റ്റിൽ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പൊ എത്താ ഈ 43,000 വില്ലേജ് കോപ്പറേറ്റീവ്സ് ഉണ്ട്. അവിടെ 42,50,000 മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രത്തോളം വിപുലീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഇനി ഡൊമസ്റ്റിക് മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഫ്രം 22,000 tons in pre-project year to 140,000 tons by 1989. All of this increase coming from the dairy setup under Operation Flood. അപ്പോൾ ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ സഹായത്താൽ നമ്മളുടെ ഡൊമസ്റ്റിക് മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 22,000 ടൺസിൽ നിന്ന് 1,40,000 ടണ്ണിലേക്ക് ഉയർന്നു 1989 അങ്ങനെ നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഗിഫ്റ്റും അതുപോലെ നമ്മുടെ വേൾഡ് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ലോണും അതിൻ്റെയൊക്കെ സഹായത്താൽ നമ്മളൊരു സെൽഫ് റിലയൻസിലേക്ക് എത്തി. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കർഷകർ. ഓക്കെ, ഒരു സെൽഫ് റിലയൻസിലേക്ക് എത്തി. പിന്നെ എന്താണ് അവർ ഫോക്കസ് ചെയ്തത്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക്. അതായത് മുൻപ് മിഡിൽ മാൻ ആണ് ഇവരുടെ കയ്യിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്തിട്ട് കൺസ്യൂമറിൽ എത്തിക്കുന്നത്. ഇപ്പൊ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് അതിന്റെ അംഗങ്ങൾ എല്ലാവരും കൂടെ അവർക്ക് കിട്ടുന്ന പാല് കൊടുക്കുന്നു. അവിടെ തന്നെ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വന്നപ്പോൾ ആരൊഴിവായി? മിഡിൽമെൻ ഒഴിവായി. അങ്ങനെ ഇത് ഇൻക്രീസ് ചെയ്യുന്ന വഴി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻക്രീസ് ചെയ്യുന്ന വഴി സെവറൽ മില്യൺ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ തുടങ്ങി പെർ ഡേ. കേരള വാസ് ഇൻക്ലൂഡഡ് ഇൻ സെക്കൻഡ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പൊ ചോദിക്കാം, ഏത് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡിലാണ് കേരള അതിന്റെ ചുവടുവെപ്പ് തുടങ്ങിയത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന്? അത് സെക്കൻഡ് ഫേസിലാണ് കേരള ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി പഠിക്കും. ഫേസ് 3 ഡിസ്കസ് ചെയ്യാം. ഫേസ് 3 എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമായിരുന്നു? 1985 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫേസ് 3 ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് എക്സിക്യൂട്ട് ആയത്. അപ്പോഴേക്കും വളരെ ചെറിയൊരു ലെവലിൽ നിന്ന്, അതായത് വെറും 18 മിൽക്ക് ഷെഡുകളിൽ നിന്ന് അവർ ഉയർന്നു വന്ന് സെക്കൻഡ് ലെവലെത്തിയപ്പോഴേക്കും അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടി, അവർ നല്ല രീതിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി, അവർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി അല്ലെ, അവിടം വരെ എത്തി നിൽക്കുന്നു.
ഇനി മിൽക്ക് പ്രൊഡക്ഷൻ മാത്രം കൂടിയാൽ മതിയോ? ഈ കന്നുകാലികളെ വളർത്തുമ്പോൾ അവർക്കുള്ള ഫുഡ്, ഫോഡർ, അവരുടെ ന്യൂട്രീഷൻ, അവർക്ക് ഡിസീസ് ഒന്നും വരാതെ നോക്കണം, അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണം. എന്നാലല്ലേ കന്നുകാലികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാലല്ലേ നമുക്ക് കൂടുതൽ മിൽക്ക് കിട്ടുള്ളൂ. അതുപോലെ പുതിയ ബ്രീഡുകൾ കൊണ്ടുവരണം. ഇങ്ങനത്തെയൊക്കെ ആശയങ്ങൾ ഇവരുടെ ഉള്ളിലേക്ക് വന്നത് ഈ ഒരു 1985 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് ശരിക്കും ഓപ്പറേഷൻ ഫ്ലഡ് അതിന്റെ ഫുൾ ഫ്ലഡ്ജ്ഡ് ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസ് 3യിൽ അവർ എന്തിലാണ് ഫോക്കസ് ചെയ്തത്? വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസസ്, അതായത് കന്നുകാലികളുടെ ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്, ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ ഉണ്ടെങ്കിലല്ലേ ആ ന്യൂട്രീറ്റീവ് വാല്യൂ നമ്മുടെ പാലിനും ഉണ്ടാവുള്ളൂ. അപ്പോൾ പാലിന് ക്വാളിറ്റി ഉണ്ടെങ്കിലല്ലേ കൺസ്യൂമേഴ്സ് വാങ്ങുള്ളൂ. അപ്പോൾ ഫീഡിന്റെ ക്വാളിറ്റി. പിന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസസ്, അതായത് പണ്ടെന്താണ് നാച്ചുറലി ഉള്ള കന്നുകാലികൾ തമ്മിലുള്ള ബ്രീഡിങ് നടക്കുന്നു, അങ്ങനെയാണ് എന്താണ് അവർക്ക് റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് അല്ലെ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി എന്താണ് ഹൈ ക്വാളിറ്റി ബ്രീഡുകളെ നമുക്ക് ജനിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതായത് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡുകളുടെ സെമൻ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് എന്താണ് ഫീമെയിൽ കാറ്റിൽസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. അങ്ങനെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുന്നു. അങ്ങനെ നമുക്ക് എന്താണ് ക്രോസ് ബ്രീഡുകളെ ഉണ്ടാക്കാം. അതുപോലെ ഹൈ മിൽക്ക് പ്രൊഡ്യൂസിങ് സ്ട്രെയിൻസിന് നല്ല പ്രൊഡക്ഷൻ കൂടുതൽ, പാല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡുകളെ ഉണ്ടാക്കാം. ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള ബ്രീഡുകളെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൈസിലുള്ള ഡ്വാർഫ്, ഇപ്പൊ വെച്ചൂർ പശു എന്നൊക്കെ പറയില്ല, അപ്പൊ അങ്ങനത്തെ ബ്രീഡുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ചെയ്യാം. അപ്പൊ ഇതിലൊക്കെയാണ് ആര് ഫോക്കസ് ചെയ്തത്? ഫേസ് 3 കാലഘട്ടത്തിലുള്ള ഓപ്പറേഷൻ ഫ്ലഡ് ഫോക്കസ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ആ ഒരു കോപ്പറേറ്റീവിലുള്ള എല്ലാവർക്കും ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. പുതിയ ടെക്നോളജീസിനെ കുറിച്ച്, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പോലുള്ള പ്രക്രിയകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന ജനറ്റിക് വേരിയേഷൻസ്, അതുമൂലം പാൽ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അതുപോലെ പുതിയ എക്യുപ്മെന്റ്സ്, എങ്ങനെ ഈ മിൽക്ക് പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം, എങ്ങനെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ കൂടെ ഈ ഒരു ഫേസ് 3യിൽ ഇവർ ശ്രമിച്ചു. ഇനി ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 കൺസോളിഡേറ്റഡ് ഇന്ത്യാസ് ഡയറി കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ആഡിങ് 30,000 ന്യൂ ഡയറി കോപ്പറേറ്റീവ്, 30,000 ന്യൂ ഡയറി കോപ്പറേറ്റീവ്സ്. അപ്പം ഫേസ് 2ൽ എത്ര ഉണ്ടായിരുന്നു? 43,000 വില്ലേജസ് ആയിരുന്നു ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഇപ്പൊ പുതിയ എത്ര വില്ലേജ് ഡയറി കോപ്പറേറ്റീവ്സ് കൂടെ ആഡ് ഓൺ ചെയ്തു? 30,000 കൂടെ. അപ്പൊ 43,000ന്റെ കൂടെ ഒരു 30,000 പുതിയ ഡയറി കോപ്പറേറ്റീവ്സ് കൂടെ ആഡ് ഓൺ ചെയ്തു. അപ്പൊ ഇഷ്ടംപോലെ കോപ്പറേറ്റീവ്സ് ആയല്ലേ, ഓൾ ഇന്ത്യ ലെവലിൽ ഇഷ്ടംപോലെ കോപ്പറേറ്റീവ്സ് ആയി. ആൻഡ് ദിസ് എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഓർഗനൈസ്ഡ് ഡ്യൂറിംഗ് ഫേസ് 2. ഫേസ് 2ൽ ഉള്ളതിൽ നിന്ന് പിന്നെ ഒരു 30,000 കൂടി ആഡ് ഓൺ ആയി. And the phase 3 gave increased emphasis to research and development in animal health and nutrition. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ആനിമലിന്റെ ഹെൽത്തിനെ കുറിച്ച് ഇവർ ബോധവാന്മാരായി, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഫുഡ്, ഫോഡർ, അതിന്റെ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അതൊക്കെ കൊടുക്കുന്നതും, അതുവഴി എന്താണ് ക്വാളിറ്റി ഉള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്കും കൂടെ നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് നോക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവരുടെ വിഷൻ അതിലേക്കും കൂടെ വ്യാപിപ്പിക്കപ്പെട്ടു. ഓക്കെ, അപ്പം മിൽക്ക് പ്രൊഡക്ഷൻ മാത്രമല്ല, കന്നുകാലികളുടെ സംരക്ഷണം, അവരുടെ ഹെൽത്ത്, അവരുടെ ന്യൂട്രീഷൻ, ഇതിലൊക്കെ ഇവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം.